മാസപ്പടിയിൽ മുഖ്യനെയും മകളെയും ഒന്നും അങ്ങനെ വെറുതെ വിടാനുള്ള ഉദ്ദേശത്തിലല്ല കേന്ദ്ര ഏജൻസിയായ SFIOയുടെ കേരളത്തിലേക്കുള്ള വരവ്. ആലുവയിലെ റെയ്ഡും തുടർന്നുള്ള KSIDCയിലെ റെയ്ഡും എല്ലാം തെളിയിച്ചതും അതുതന്നെയായിരുന്നു. ഇപ്പോഴിതാ വീണയുടെ എക്സാലോജി കമ്പനിക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമൻസ് അയച്ചിരിക്കുകയാണ്. കരിമണൽ കമ്പനിയായ CMRലും എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിവിധ രേഖകൾ ആവശ്യപ്പെട്ട് സമൻസ് നൽകിയിരിക്കുന്നത്. നേരത്തെ CMRലും KSIDCയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും നൽകിയിരിക്കുന്നത്. കമ്പനിയുടെ സേവനം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടതെന്നാണ് ഹർജിയിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇപ്പോൾ SFIOയ്ക്ക് മുൻപിൽ പ്രതിസന്ധിയായി നിൽക്കുന്നത് വീണ കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതിയിൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സമർപ്പിച്ച ഹർജിയായിരുന്നു. SFIO അന്വേഷണം പ്രഖ്യാപിക്കാൻ ആധാരമായ എല്ലാ രേഖകളും കോടതി വിളിച്ചു വരുത്തി തങ്ങൾക്ക് കൈമാറണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സാങ്കേതിക പിഴവുകൾ തിരുത്തി ഇന്നലെ വീണ്ടും സമർപ്പിച്ച ഹർജി തിങ്കളാഴ്ച രാവിലെ 10:30 ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ ബെഞ്ച് പരിഗണിക്കും. അതേസമയം KSIDCയിലെ പരിശോധനയിൽ SFIO 10 വർഷത്തെ ഇടപാടുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് രേഖകളും ആവശ്യമായ ഡിജിറ്റൽ രേഖകളുടെ പകർപ്പും ശേഖരിച്ചു. വേണ്ട രേഖകളുടെ വിശദാംശങ്ങൾ നേരത്തെ തന്നെ KSIDCയെ അറിയിച്ചിരുന്നു. SFIO ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകിയെന്ന് KSIDCയും അറിയിച്ചിട്ടുണ്ട്. ബുധനാഴ്ചയാണ് SFIO സംഘം KSIDCയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ പരിശോധന നടത്തിയത്. മാസപ്പടി വിവാദത്തിലെ അന്വേഷണത്തിന് 8 മാസത്തെ സമയമാണ് SFIOയ്ക്ക് നൽകിയിട്ടുള്ളത്. വീണ വിജയനെ ചോദ്യം ചെയ്യാനും അന്വേഷണം പിടിമുറുക്കാനും SFIO തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇനി അന്വേഷണത്തിൽ നിർണായകമാവുക കർണാടക ഹൈക്കോടതിയുടെ വിധിയാണ്. തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കുന്ന വീണയുടെ ഹർജിക്ക് അനുകൂലമായാണ് ഹൈക്കോടതിയുടെ വിധിയെങ്കിൽ SFIO അന്വേഷണം പാതി വഴിയിൽ അവസാനിപ്പിച്ച് തിരികെ പോകേണ്ട അവസ്ഥയിലേക്കെത്തും കാര്യങ്ങൾ. ഇനി നേരെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ വീണയെ ചോദ്യം ചെയ്യുക എന്ന അടുത്ത നീക്കത്തിലേക്കും എക്സാലോജിക്കിന്റെ റെയ്ഡിലേക്കും കാര്യങ്ങൾ നീങ്ങും.